നിവേദ് ഭഗവത്ഗീത അധ്യായം 2 ചാപ്റ്റർ 2 ശ്ലോകം നമ്പർ 64 65 66 നോക്കാം. എന്തായാലും കുറച്ച് സമയം കുറേ കാര്യങ്ങൾ. 64 രാഗദ്വേഷവിമുക്തൈസ്തു വിഷയാനിന്ദിരൈചരൻ ആത്മവൈശ്യർവിധേയാത്മാ പ്രസാദം അധിഗച്ഛതി. ശബ്ദാർത്ഥം, വിവർത്തനം, ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദ കി ജയ്. വിധേയാത്മാ, നിയന്ത്രിതമായി സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നവൻ. തു, ആകട്ടെ, രാഗദ്വേഷ വിമുക്തേഹി, രാഗദ്വേഷ വിമുക്തങ്ങളായി ആത്മവൈശ്യ വഴങ്ങുന്ന ഇന്ദ്രേഹി, ഇന്ദ്രിയങ്ങളെ കൊണ്ട്, വിഷയാൻ, വിഷയങ്ങളെ, ചരൻ, അനുഭവിക്കുന്നവനായാലും, പ്രസാദം, ഈശ്വരകൃപയെ, അധിഗച്ഛതി, പ്രാപിക്കുന്നു. രാഗദ്വേഷങ്ങളിൽ നിന്നും വിമുക്തനായി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭ്യമാകും. രാഗദ്വേഷവിമുക്തൈസ്തു വിഷയാനിന്ദ്രിയൈചരൻ ആത്മവൈശ്യർവിധേയാത്മാ പ്രസാദം അധിഗച്ഛതി. ശില്പമാതാജി, ശ്ലോകം. രാഗദ്വേഷ വിമുക്തൈസ്തു വിഷയാനിന്ദ്രിയശ്ചരൻ ആത്മവശൈർവിധേയാത്മാ പ്രസാദം അധിഗച്ഛതി. ഹരേ കൃഷ്ണ. രാഗദ്വേഷവിമുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവശൈർവിധേയാത്മാ പ്രസാദം അധിഗച്ഛതി. പ്രഹ്ലാദൻ ചേട്ടൻ. രാഗദ്വേഷവിമുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവൈശ്യർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. രാഗദ്വേഷവിമുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവൈശ്യർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. വിസ്മയ. രാഗദ്വേഷവിയുക്തൈസ്തു വിഷയാനിന്ദ്രിയശ്ചരൻ ആത്മവശൈർവിധേയാത്മാ പ്രസാദം അധിഗച്ഛതി. രാഗദ്വേഷവിമുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവൈശ്യർവിധേയാത്മാ പ്രസാദം അധിഗച്ഛതി. നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 2 3 4 സ്റ്റാർട്ട്. രാഗദ്വേഷവിമുക്തൈസ്തു വിഷയാനിന്ദ്രിയൈശ്ചരൻ ആത്മവൈശ്യർവിധേയാത്മാ പ്രസാദം അധിഗച്ഛതി. രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തനായി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭ്യമാകും. വിപിൻ പ്രഭു എന്റെ ഭാവാർത്ഥം വായിച്ചു. ഏതെങ്കിലും കൃത്രിമ പദ്ധതി പ്രകാരം ബാഹ്യമായ ഇന്ദ്രിയ സംയമനം സാധിച്ചാലും ആ ഇന്ദ്രിയങ്ങൾ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടാതിരുന്നാൽ ഒരു പതനത്തിന് തികച്ചും സാധ്യതയുണ്ടെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. കൃഷ്ണാവബോധം തികഞ്ഞ ഒരാൾ വൈഷയിക മേഖലയിലാണെന്ന് തോന്നുമെങ്കിലും കൃഷ്ണാവബോധം ഉള്ളത് കൊണ്ട് വിഷയബോധങ്ങളിൽ അനാസക്തനായിരിക്കും.
ഭക്തന്റെ താല്പര്യം കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക മാത്രമാകയാൽ മറ്റെല്ലാ ആസക്തികളിൽ നിന്നും അദ്ദേഹം മുക്തനാണ്. കൃഷ്ണന് അഭിമതമെങ്കിൽ സാധാരണ നിലയിൽ താൻ ചെയ്യാൻ പാടില്ലാത്തതെന്തും അദ്ദേഹം ചെയ്തേക്കും. കൃഷ്ണൻ ഇവിടെ ഇല്ലെങ്കിൽ സ്വന്തം ഹിതമനുസരിച്ച് ചെയ്യാനിടയുള്ളത് വേണ്ടെന്ന് വെക്കും. തന്റെ പ്രവൃത്തികളെല്ലാം കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമായതുകൊണ്ട് ഭക്തന് അവയ്ക്കുമേൽ നിയന്ത്രണമുണ്ട്. വൈഷയിക മേഖലയിൽ ആസക്തനാണെങ്കിൽ പോലും ഭക്തന് കൈവരുന്ന അഹേതുകമായ ഒരു ഭഗവത് പ്രസാദമാണ് കൃഷ്ണാവബോധം. കൃഷ്ണൻ ഇഷ്ടമല്ലെങ്കിൽ സ്വന്തം ഹിതം അനുസരിച്ച് ചെയ്യാനുള്ളത് വേണ്ടെന്ന് വെക്കും. തന്റെ പ്രവൃത്തികളിലും കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമായതുകൊണ്ട് ഭക്തന് അവയ്ക്കുമേൽ നിയന്ത്രണമുണ്ട്. വൈശിക മേഖലയിൽ ആസക്തനാണെങ്കിൽ പോലും ഭക്തന്റെ കൈവരുന്ന അഹൈതുകമായ ഒരു ഭഗവത് പ്രസാദമാണ് കൃഷ്ണാവബോധം. അടുത്ത ശ്ലോകം കടന്നു. പ്രസാദേ സർവ ദുഃഖാനാം ഹാനിരസ്യോപജായത്തെ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധിർപര്യവദിഷ്ഠിതേ പ്രസാദേ സർവദുഃഖാനാം നിരസ്യോപജായത്തെ പ്രസന്നചേതോ സഹിയാശു ബുദ്ധിപര്യവദിഷ്ഠതേ. ശബ്ദാർത്ഥം വിവർത്തനം ശ്രീല പ്രഭുപാദക്ക് ജി. പ്രസാദേ ഭഗവാന്റെ അഹേതുക കാരുണ്യമുണ്ടാകുമ്പോൾ അസ്യ അവന് സർവദുഃഖാനാം സകലവിധ ദുഃഖങ്ങളുടെയും ഹാനിഹി നാശം ഉപജായതേ സംഭവിക്കുന്നു. ഹി എന്തെന്നാൽ പ്രസന്ന ചേതസക പ്രസന്ന ചിത്തന്റെ ബുദ്ധി ആശു പെട്ടെന്ന് പര്യവദിഷ്ഠതേ വീണ്ടും വണ്ണം ഉറച്ചു നിൽക്കുന്നു. വിവർത്തനം ആവർത്തനത്തോടെ ശ്രീല പ്രഭുപാദക്ക് ജി. രാജീവ് പ്രഭു വായിച്ചോളൂ. കൃഷ്ണാവബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക് ഭൗതികതയിലെ ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല. സംതൃപ്തമായ ഈ അവബോധത്തിൽ അയാൾ താമസം വിന സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. കൃഷ്ണാവബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക് എപ്രകാരം ഭഗവാന് ഇഷ്ടപ്പെടുന്നത് എന്തോ അത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുക. കൃഷ്ണാവബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക് ഭൗതികതയിൽ ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല. ത്രിവിധ ക്ലേശങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. സംതൃപ്തമായ ഈ അവബോധത്തിൽ അയാൾ താമസം വിനാ സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. ശില്പമാതാജി ശ്ലോകം ശ്ലോകം വായിക്കണം. പ്രസാദേ സർവദുഃഖാനാം ഹാനിർ അസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധിപര്യവതിഷ്ഠതേ. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധിപര്യവതിഷ്ഠതേ. ഹരേ കൃഷ്ണ. സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധിപര്യവതിഷ്ഠതേ. ഹരേ കൃഷ്ണ. വിദ്യാജി. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധിപര്യവതിഷ്ഠതേ. അനവദ്യ. പ്രസാദേ സർവദുഃഖാനം ഹാനിരസ്യോപജായതേ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധിപര്യവതിഷ്ഠതേ.
प्रसादे सर्वदुःखानां हानिरस्योपजायते प्रसन्नचेतसो ह्याशु पर्यवतिष्ठते निवेद प्रसादे सर्वदुःखानां हानिरस्योपजायते प्रसन्नचेतसो ह्याशु बुद्धिर्पर्यवतिष्ठते। हरे कृष्ण। अभिरामी प्रसादे सर्वदुःखानां हानिरस्योपजायते प्रसन्नचेतसो ह्याशु बुद्धिपर्यवतिष्ठते। प्रसादे सर्वदुःखानां हानिरस्योपजायते प्रसन्नचेतसो ह्याशु बुद्धिर्पर्यवतिष्ठते। ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 2 3 4 സ്റ്റാർട്ട്. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായത്തെ പ്രസന്നചേതസോ ഹ്യാശു ബുദ്ധിപര്യവതിഷ്ഠതേ. അടുത്ത ശ്ലോകം ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. കാര്യം നമ്മൾ ഒരുപാട് പ്രാവശ്യം ഈ ശ്ലോകം വായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ദാമോദരാരതി വേളകളിൽ ഈ ശ്ലോകം എടുത്തെടുത്ത് കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ചാഭാവയത ശാന്തിർ അശാന്തസ്യ കുതഃ സുഖം. ശബ്ദാർത്ഥം, വിവർത്തനം, ഭാവാർത്ഥം ശീല പ്രഭുപാദക്ക് ജയ്. അയുക്തസ്യ കൃഷ്ണാവബോധമില്ലാത്തവന് ബുദ്ധി ആധ്യാത്മിക ബുദ്ധി ന അസ്തി ഭവിക്കുന്നില്ല. അയുക്തസ്യ കൃഷ്ണാബോധവുമായി ബന്ധമില്ലാത്തവന് ഭാവന ച സന്തോഷത്തിൽ ഉറച്ച മനസ്സും ന അസ്തി ഭവിക്കുന്നില്ല. അഭാവയത ദാർഢ്യമില്ലാത്തവന് ശാന്തി ച ശാന്തിയും ന അസ്തി ഭവിക്കുന്നില്ല. അശാന്തസ്യ ശാന്തിയില്ലാത്തവന് സുഖം സുഖം കുതഹ എവിടുന്ന്. വിവർത്തനം, ആവർത്തനത്തോടെ ശ്രീല പ്രഭുപാദക്ക് ജയ്. പരമപുരുഷനുമായി കൃഷ്ണാവബോധത്തിൽ ബന്ധപ്പെടാത്തവന് ദിവ്യബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല. അതില്ലാതെ സമാധാനം കൈവരിക്കാൻ സാധ്യമല്ല. സമാധാനമില്ലെങ്കിൽ സുഖം എവിടെ. നാസ്തി ബുദ്ധിരയുക്തസ്യ नास्ति बुद्धिरयुक्तस्य न चायुक्तस्य भावना न चायुक्तस्य भावना न चाभावयत शान्तिर् अशान्तस्य कुतः सुखम्. अशान्तस्य कुतः सुखम्. शिल्पा माताजी. म्यूट म्यूट शिल्पा माताजी म्यूट. सॉरी. हरे कृष्ण. नास्ति बुद्धिर् अयुक्तस्य न च युक्तस्य भावना न च भावयता शान्तिर् अशान्तस्य कुतः सुखम्. सिम्मी. हरे कृष्ण. नास्ति बुद्धिर् अयुक्तस्य न चायुक्तस्य भावना न च भावनाय शान्तिर् न च भावयत शान्तिर् न च भावयत शान्तिर् अशान्तस्य कुतः सुखम्. വെരി ഗുഡ്. കനശാമന്റെ ബുക്ക് ഇരിപ്പുണ്ടോ? ഭഗവത്ഗീത കയ്യിലുണ്ടോ? ഹരേ കൃഷ്ണ, എന്റെ ബുക്കില്ല. എടുക്കൂ, എടുത്തു വെക്കൂ. രണ്ടാമത്തെ ചാപ്റ്റർ 66 ശ്ലോകം എടുത്തു വെക്കൂ. ഓക്കെ, രാജ്മോഹൻ ജി. രാജ്മോഹൻ ജി ഇല്ലേ അവിടെ? ഓക്കെ, നമുക്ക് ഒരുമിച്ച് എല്ലാം 1 2 3 4.
നാസ്തി ബുദ്ധിരയുക്തസ്യ ന ചായുക്തസ്യ ഭാവന ന ച ഭാവയതഃശാന്തി അശാന്തസ്യ കുതഃ സുഖം. പരമപുരുഷനുമായി കൃഷ്ണാവബോധത്തിൽ ബന്ധപ്പെടാത്തവന് ദിവ്യബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല. അതില്ലാതെ സമാധാനം കൈവരിക്കാൻ സാധ്യമല്ല. സമാധാനമില്ലെങ്കിൽ സുഖം എവിടെ? അധ്യായം 2 ശ്ലോകം നമ്പർ 66. ഓക്കെ, ഇതിന്റെ ഭാവാർത്ഥം ശില്പമാതാജി വായിക്കാൻ പറ്റുമോ? ഇംഗ്ലീഷിലാണ് പ്രഭു. മലയാളം ഓക്കെ ഇല്ല. ഓക്കെ, ശരി. രാജീവ് പ്രഭു വായിച്ചോളൂ. കൃഷ്ണാവബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക് അതല്ലല്ലോ, കൃഷ്ണാവബോധമില്ലാത്ത ഒരാൾക്ക് കൃഷ്ണാവബോധമില്ലാത്ത ഒരാൾക്ക് ശാന്തി കൈവരിക്കാൻ സാധ്യമല്ല. തപോയജ്ഞാദികളുടെ സത്ഫലങ്ങളെല്ലാം ആസ്വദിക്കുന്നത് കൃഷ്ണൻ തന്നെയാണെന്നും എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളുടെയും ഉടമയും എല്ലാ ജീവജാലങ്ങളുടെയും യഥാർത്ഥ സുഹൃത്തും അദ്ദേഹം ഒരാളാണെന്നും അറിയുന്നവർക്ക് ശരിക്കും സമാധാനം ലഭിക്കൂ എന്ന് 5-ാം അധ്യായത്തിൽ 5.29 ഊന്നി പറയുന്നുണ്ട്. കൃഷ്ണബോധമില്ലെങ്കിൽ മനസ്സിന് ഒരു അന്തിമ ലക്ഷ്യമില്ല തന്നെ. ഒരു ഉറച്ച ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ് മനസ്സ് അസ്വസ്ഥമാകുന്നത്. കൃഷ്ണനാണ് ഏതൊന്നിന്റെയും ആസ്വാദകനും ഉടമയും എല്ലാവരുടെയും സുഹൃത്തുമെന്ന് മനസ്സിലാക്കിയാൽ സ്ഥിര ചിത്തതയാർന്ന് സമാധാനം നേടാം. കൃഷ്ണനോട് ഒരു വിധത്തിലും ബന്ധപ്പെടാതെ പ്രവർത്തിക്കുന്നവൻ ജീവിതത്തിൽ ആധ്യാത്മികമായ ഔന്നിത്യവും ശാന്തിയും വരിച്ചയാളെ പോലെ ഭാവിച്ചാലും ശരി എപ്പോഴും അശാന്തനും ദുഃഖിതനുമായിരിക്കും. കൃഷ്ണനോട് ബന്ധപ്പെടുന്നത് കൊണ്ട് മാത്രം ലഭ്യമാവുന്നതും സ്വയം വെളിപ്പെടുന്നതുമായൊരു പ്രശാന്താവസ്ഥയാത്രേ കൃഷ്ണാവബോധം. വെരി ഗുഡ്, ഹരേ കൃഷ്ണ. ഘനശ്യാം ചാപ്റ്റർ എടുത്തോ? ഹരേ കൃഷ്ണ. വായിച്ചോളൂ. നാസ്തി ബുദ്ധിരയുക്തസ്യ നച്ചായുക്തസ്യ ഭാവന നച്ച ഭാവയതഃശാന്തിർ അശാന്തസ്യ കുതഃ സുഖം. വിവർത്തനം വായിക്കൂ. പരമപുരുഷനുമായി ബന്ധപ്പെടാത്തവന് ദിവ്യ ബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല. അതില്ലാത്ത സമാധാനം കൈവരിക്കാൻ സാധ്യമല്ല. സമാധാനമില്ലെങ്കിൽ സുഖം എവിടെ? ഹരേ കൃഷ്ണ. ഇവിടെ നമ്മൾ 3 ശ്ലോകം വായിച്ചു. അകത്ത് രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തമായി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭിക്കും. പ്രഭുപാദരുടെ ഫർദർ എക്സ്പ്ലനേഷൻ. കൃഷ്ണൻ ഇഷ്ടമില്ലെങ്കിൽ സ്വന്തം ഹിതം അനുസരിച്ച് ചെയ്യാനിടയുള്ളത് വേണ്ടെന്നും വെക്കും. തന്റെ പ്രവൃത്തികളെല്ലാം കൃഷ്ണന്റെ നിർദ്ദേശം അനുസരിച്ച് മാത്രമായതുകൊണ്ട് ഭക്തന് അവയ്ക്ക് മേൽ നിയന്ത്രണങ്ങളുണ്ട്. വൈശിക മേഖലയിൽ ആസക്തനാണെങ്കിൽ പോലും ഭക്തന് കൈവരുന്ന അഹേതുകമായ ഒരു ഭഗവത് പ്രസാദമാണ് കൃഷ്ണാവബോധം. കൃഷ്ണാവബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക് ഭൗതികതയിലെ ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല. സംതൃപ്തമായ ഈ അവബോധം അയാൾ താമസമിന സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. അവബോധത്തിൽ അയാൾ താമസമിന സ്ഥിരപ്രതിഷ്ഠ നേടുന്നു. പരമപുരുഷനുമായി കൃഷ്ണാവബോധത്തിൽ ബന്ധപ്പെടാത്തവന് ദിവ്യബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല. അതില്ലാതെ സമാധാനം കൈവരിക്കാൻ സാധ്യമല്ല. സമാധാനമില്ലെങ്കിൽ സുഖം എവിടെ? ഇവിടെ വീണ്ടും പറയുന്നു, കൃഷ്ണനോട് ഒരു വിധത്തിലും ബന്ധപ്പെടാതെ പ്രവർത്തിക്കുന്നവൻ ജീവിതത്തിൽ ആധ്യാത്മികമായ ഔന്നത്യവും ശാന്തിയും ഭരിച്ചയാളെ പോലെ ഭാവിച്ചാലും ശരി എപ്പോഴും അശാന്തനും ദുഃഖിതനുമായിരിക്കും. കൃഷ്ണനോട് ബന്ധപ്പെടുന്നത് കൊണ്ട് മാത്രം ലഭ്യമാവുന്നതും സ്വയം വെളിപ്പെടുന്നതുമായൊരു പ്രശാന്ത അവസ്ഥയത്രേ കൃഷ്ണാവബോധം. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു. ഒന്ന് പറയാമോ ക്യാപ്സ്യൂൾ പരുവത്തില് ഇതിന്റെ ഒരു സത്ത്? ഇപ്പോൾ ഈ 3 ശ്ലോകത്തിന്റെ അതെ, ഈ 3 ശ്ലോകം
ഇന്ദ്രിയകാംക്ഷകളെ നിയന്ത്രിച്ചു ഈശ്വര സാക്ഷാത്കാരം എങ്ങനെ നേടണം, അങ്ങനെ നേടുന്നകൾ ആൾ മാത്രമാണ് സ്ഥിതപ്രജ്ഞനാകുന്നത്. കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കാത്തവർക്ക് സമാധാനമോ ഉറച്ച മനസ്സോ ലഭിക്കില്ല. അതില്ലാതെ സമാധാനം കൈവരിക്കാനും പറ്റില്ല. 5.29 എടുത്തു വച്ചിരിക്കണേ. ഈ 2 ശ്ലോകം ഏകദേശം 2-3 വർഷങ്ങളിൽ ദാമോദരാരതിക്ക് ഞാൻ കൂട്ടിയത് പല വീടുകളിൽ. 2 ശ്ലോകമാണ് കൂട്ടിയത്. ഒന്ന് 2-ാമത്തെ അധ്യായത്തിലെ ഈ 66-ാമത്തെ ശ്ലോകവും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് 5-ാമത്തെ അധ്യായത്തിലെ 29-ാമത്തെ ശ്ലോകവും കൃത്യമായി ഞാൻ പ്രിന്റ് ഔട്ട് എടുത്ത് എല്ലാ വീട്ടിലും കൊടുത്തിരുന്നു. വായിച്ചവർക്കെല്ലാം ജീവിതത്തിൽ സമാധാനം വന്നിട്ടുണ്ടാകും, ഉറപ്പ്. വായിച്ചിട്ടില്ല, ഉൾക്കൊണ്ടിട്ടില്ലാത്തവർക്ക് അത് നമ്മുടെ എക്യുപ്മെന്റ് വായിച്ചിട്ട് നമ്മൾ TV വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ട് അതിന്റെ ഓപ്പറേഷൻ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് അത് കൂടുതൽ മാനുവൽ വായിക്കാറില്ല, അത് എടുത്തു വെച്ചിരിക്കും. പിന്നെ എപ്പോഴാണ് ഈ മാനുവൽ നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇന്ന് കേടാവണം. കേടായി കഴിയുമ്പോഴാണ് നമുക്ക് തന്നെത്താനൊന്ന് നോക്കിയാലോ. ഇനിയിപ്പോ സർവീസ് പേഴ്സണെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ കാശ് ഒരുപാടാവും. എന്നപ്പം നമുക്ക് സർവീസ് പീരീഡ് കഴിഞ്ഞു, വാറന്റി പീരീഡ് കഴിഞ്ഞു, അപ്പം ആ മാനുവൽ ഒന്ന് എടുത്ത് നോക്കാൻ പറയും. ഒരു പക്ഷേ ആ മാനുവൽ അവിടെ കാണത്തില്ല, പിന്നെ അടിപിടിയായി. അല്ലെങ്കിൽ മാനുവൽ ഉണ്ടെങ്കിൽ എടുത്ത് വായിച്ചിട്ട് പിന്നെ വായിച്ചിട്ട് നോക്കി റെഡിയാക്കാൻ പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞതുപോലെയാണ്. പ്രിന്റൊക്കെ കയ്യിലിരിക്കും, അത് അതുപോലെ ഷെൽഫിലും ഇരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴായിരിക്കും അത് വായിക്കുന്നത്. എല്ലാ സൊല്യൂഷനും ഭഗവത്ഗീതയിലുണ്ട്. ജയപ്രകാശ് പ്രഭു പറഞ്ഞു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, അടുത്ത അധ്യായത്തിൽ വരുന്നുണ്ട്. പ്രയാസമാണ്. അങ്ങനെ തികച്ച കൃഷ്ണാനുഭവത്തിൽ വന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സമാധാനം കിട്ടുകയുള്ളൂ. ജയപ്രകാശ് പ്രഭു, ഇനി എന്തെങ്കിലും പോയിന്റുകൾ പറയാനുണ്ടോ അതിനകത്ത്? ഇന്ദ്രിയ നിയന്ത്രണം എന്ന് ഉദ്ദേശിച്ചത് എന്തൊക്കെയാണ്? എക്സ്പ്ലെയിൻ ചെയ്യാൻ. അല്ല പ്രഭു കുറച്ചേ പറഞ്ഞോളൂ, കുറച്ചുകൂടെ പറയാനായിട്ട്. അല്ല, ഞാൻ ഇന്ന് ഈ 2-ാമത്തെ അധ്യായം സ്ഥിതപ്രജ്ഞനാകാം എന്ന് വരെ ഒന്ന് സംക്ഷിപ്ത രൂപത്തിൽ പറയാമെന്ന് ഞാൻ പ്രഭു. അത് തന്നെ സംക്ഷിപ്ത രൂപത്തിൽ പറഞ്ഞാൽ മതി. സ്ഥിതപ്രജ്ഞൻ അതിന്റെ കണ്ടിന്യൂഷൻ ആണിത്. അല്ല, അതുവരെ പറയാമെന്ന് ഞാൻ പറഞ്ഞു. ഞാനത് പറയാം. എന്താണെന്ന് ചോദിച്ചാല് നമ്മള് സ്ഥിതപ്രജ്ഞനാകാമെന്ന് വെച്ചാല് ഈശ്വരൻ അഭിമുഖമാക്കി നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക. കണ്ണിന് ഭഗവാനെ കാണുന്നത് മാത്രമേ രസമുള്ളൂ എന്നും നമ്മൾ കരുതാം. ചെവിക്ക് ഭഗവാന്റെ ഗീതങ്ങളും മഹത് ഗ്രന്ഥങ്ങളും കേൾക്കാനുള്ള സുഖം ഉണ്ടാവണം. നാവിന് ഭഗവത് പ്രസാദം രുചിക്കാനുള്ള സുഖമുണ്ടാവണം. മൂക്കിന് പൂജാദ്രവ്യങ്ങളുടെ മണം ഉൾക്കൊള്ളാനുള്ള സുഖമുണ്ടാവണം. ആ സുഖം അനുഭവിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം, അല്ലേ? മനസ്സുണ്ടാകണം. ത്വക്കിന് ഭഗവാന് ചാർത്തിയ ചന്ദന ലേപാദികൾ പൂശാനുള്ള ഒരു മനസ്സുണ്ടാകണം. ഒരു ബോധം ഉണ്ടാകണം. കറക്റ്റ്. അത്രയോ സുശീഷ് പ്രഭു പറയാൻ പറ്റും. വെരി ഗുഡ്. സ്ഥിതപ്രജ്ഞൻ. ഹരേ കൃഷ്ണ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ സ്ഥിതപ്രജ്ഞനായിരിക്കും. യാതൊരു സംശയമില്ല കാര്യത്തില്. കാര്യം ഇതൊക്കെ നോർമലി ഒരാൾ ചെയ്യാത്ത കാര്യമാണ്. ഒരു ചന്ദനം ഇടാൻ പോലും ഒരാൾ മടിക്കും. അതിന്റെ ഒന്നും ആവശ്യം. ഇത് അലങ്കാരികമല്ല. ചിലർ ചോദിക്കുമ്പോൾ ചന്ദനമൊക്കെ കാണിച്ചുകൊണ്ട് നടക്കാം, ഭക്തിയൊക്കെ ഉള്ളിൽ മതി. അല്ല, അതിൽ കാര്യമുണ്ട്. ഇത് പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചന്ദനം ഇടുന്നത്. ചന്ദനം നമ്മുടെ ശരീരത്തിനിടും നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളിലുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്.
വെരി ഗുഡ്, വാലിഡ് പോയിന്റ്. അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഭാഗവതം നമ്മൾ വായിക്കാൻ പോകുന്നത്. ജയപ്രകാശ് പ്രഭു പറഞ്ഞതിന്റെ അതേ കണ്ടിന്യൂഷനാണ് ഭാഗവതത്തിൽ ഞാൻ കോട്ട് ചെയ്ത് പ്രിന്റ് തന്നിരിക്കുന്നത്. അപ്പം ഇവിടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ 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 ബുദ്ധിമുട്ടാണ്. അത് ഭഗവാനും സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ പ്രയാസമാണെങ്കിലും നമുക്കത് നേടാവുന്നതാണ്. സ്ഥിരമായ പരിശീലനം കൊണ്ട് നമുക്കത് നേടാം. മിലിറ്ററിയിൽ പോകുന്നവര് എങ്ങനെയാണ് പരിശീലിക്കുന്നത്? NCC കേഡറ്റിൽ പോകുന്നവര്, ആ കുട്ടികൾ എങ്ങനെയാണ് പരിശീലിക്കുന്നത്? ജനിച്ചു വരുമ്പോഴേ ഇവരെല്ലാം പഠിക്കുന്നതാണോ? അല്ല. അവര് പിന്നീട് ആ മനസ്സവർക്ക് ഉണ്ടാവുകയാണ്, ഏകാഗ്രത ഉണ്ടാവുകയാണ്. ആ മനസ്സാണ് നമുക്ക് വേണ്ടത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ നമ്മൾ പറയാം. നമ്മള് വണ്ടിയിൽ യാത്ര ചെയ്യുന്നു, ഫ്ലൈറ്റിൽ പോവുകയാണെന്ന് വിചാരിച്ചോട്ടെ. നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് യഥേഷ്ടം നടക്കാം, ഇരിക്കാം, ഓടാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. അതേപോലെ ആ ഫ്ലൈറ്റിലെ പൈലറ്റിന് പറ്റുമോ? പറ്റുമോ? നിങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ കാറിന്റെ പിൻസീറ്റിൽ ഇരിക്കുന്ന പുറം കാഴ്ചകൾ ആസ്വദിക്കുന്നു, സംസാരിക്കുന്നു, കൈയും കാലും പൊക്കുന്നു. അതുപോലെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നവർക്ക് പറ്റുന്നുണ്ടോ? എന്തുകൊണ്ട്? 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 ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലേ? ഡ്രൈവർ മറ്റൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതെ, ഡ്രൈവർ മറ്റൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇനി ഈ പാസഞ്ചർ പുറം കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്നു. അത് സ്ഥിരമായ ആസ്വാദനമാണോ? ആണോ? അല്ല, ആ യാത്രക്കിടയിലുള്ള ഇത് മാത്രം. നൈമിഷികമായിട്ട് ഇത്തിരി പോലെ അല്ലേ? ഇത്തിരി പോലെ അല്ലേ? അതെ, ഇത്തിരി പോലെ. പക്ഷെ എന്താണ് വിചാരിക്കുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചു, ഒരുപാട് കണ്ടു, അല്ലേ? പക്ഷെ ഡ്രൈവറും കാണുന്നുണ്ട്. പക്ഷെ ഡ്രൈവർ നിസ്സംഗതയോടെയാണ് അതിനെ വീക്ഷിക്കുന്നത്. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഡ്രൈവറിലാണ്. അദ്ദേഹത്തിന്റെ ബോധം ഐ ആം എ ഡ്രൈവർ, ഇല്ലേ? ഇവിടെ കർമ്മം, വികർമ്മം, അകർമ്മം. കർമ്മത്തിന് 3 വകഭേദങ്ങളുണ്ട്: കർമ്മം, വികർമ്മം, അകർമ്മം. കർമ്മം നമ്മൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക, വികർമ്മം പ്രവർത്തികൾ ചെയ്യാതിരിക്കുക, അകർമ്മം കർമ്മം ചെയ്യുന്നുണ്ട് പക്ഷേ അത് ആസക്തി ഇല്ലാതെ ചെയ്യുക, അതായത് ഭക്തിയുത സേവനത്തോടെ ചെയ്യുക. അതിനെ അകർമ്മം എന്ന് പറയും. ഇവിടെ ഡ്രൈവർ പുറം കാഴ്ചകൾ കാണുന്നുണ്ട്, പക്ഷെ നിസ്സംഗതയോടെയാണ് കാണുന്നത്. കാര്യം അദ്ദേഹത്തിന്റെ മനസ്സ് അങ്ങോട്ട് പോകുന്നില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാസഞ്ചർ അല്ല. നമ്മൾ ജീവിതത്തിൽ പാസഞ്ചർ ആയി കഴിഞ്ഞാൽ നമ്മൾ ജീവിതം പരാജയമായിരിക്കും. സ്റ്റിയറിംഗിൽ നിന്ന് കൈവിടും. സിമ്പിൾ ആണ് ഉത്തരം. ജീവിതത്തിൽ നമ്മൾ ലൈഫിന്റെ ഡ്രൈവറാണ്. നമ്മുടെ കൈകൾ നമ്മുടെ മനസ്സിൽ വെച്ചിരിക്കണം. നമ്മുടെ കൈകൾ ബുദ്ധി കൊണ്ട് നമ്മൾ നമ്മുടെ ബോധത്തിൽ വെച്ചിരിക്കണം. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് എത്തും.
ആ സ്റ്റിയറിംഗിന്റെ ഡയറക്ഷൻ കൃത്യമായിരിക്കും. അവിടെയാണ് അകർമ്മം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും, നമ്മുടെ ജീവിതം, നമ്മൾ വെറും ഒരു ആസ്വാദകനല്ല. നമ്മൾ ആസ്വാദകനല്ല, ആസ്വാദകൻ ഭഗവാനാണ്. നമ്മൾ കൃത്യമായി വണ്ടി ഡ്രൈവ് ചെയ്ത് ഓൺ ദ സ്പോട്ടിൽ കൊണ്ടെത്തിക്കുമ്പോൾ ആരാണോ നമ്മളെ ഈ ദൗത്യം ഏൽപ്പിച്ചത് അയാൾക്കുണ്ടാകുന്ന സന്തോഷമായിരിക്കും പിന്നീട് നമുക്കുണ്ടാകുന്ന സന്തോഷം. അപ്പോൾ ഈ ലൈഫിനെ കൃഷ്ണാവബോധത്തിൽ ഉറപ്പിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ ഭഗവാൻ എങ്ങനെ സന്തോഷിക്കുമോ ആ സന്തോഷം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ കിട്ടും. ദാസോഹം തവ കേശവ. നമ്മള് ഭഗവാന്റെ ദാസനാണ്, ഭഗവാന്റെ വേലക്കാരനാണ്, ഭഗവാന്റെ ഡ്രൈവറാണ് നമ്മൾ. നമ്മൾക്ക് തന്നിരിക്കുന്ന ഈ ശരീരം, ആ ശരീരത്തെ ബുദ്ധി കൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് യഥാവിധി ഭഗവാൻ തന്നിരിക്കുന്ന പാതയിലൂടെ കൃത്യമായി ഓടിച്ചു കൊണ്ടെത്തിക്കുമ്പോൾ ഭഗവാൻ സംതൃപ്തനാകും. അപ്പോൾ നമ്മൾ ഡ്രൈവറാണ് എന്ന ബോധം നമുക്ക് വരുമ്പോൾ നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. ഭാഗവതം പ്രഥമസ്കന്ധം, ഞാൻ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ ഏതാണ്? ഹരേ കൃഷ്ണ. ഏതായിരുന്നു ഞാൻ പറഞ്ഞത്? 34 പറഞ്ഞത്. സുശീംബ്രു വായിച്ചോളൂ. ഏതധ്യാദൃചിത്താനാം മാത്ര സ്പർശേച്ഛയാമുഹു അവസിന്ധു പ്ലവോ ദൃഷ്ട്വാ ഹരിചര്യാനുവർണ്ണൻ. ഏതധ്യാധുരചിത്താനാം മാത്ര സ്പർശേച്ഛയാമുഹു അവസിന്ധു പ്ലവോ ദൃഷ്ട്വാ ഹരിചര്യാനുവർണ്ണനം. പ്രഥമസ്കന്ധം 6-ാമത്തെ അധ്യായം 34-ാമത്തെ ശ്ലോകം. ഏതധ്യാധുരചിത്താനാം 6th chapter 34th ശ്ലോകം. ഏതധ്യാധുരചിത്താനാം മാത്രാ സ്പർശേച്ഛയാമുഹു ഭവസിന്ധു പ്ലവോ ദൃഷ്ട്വാ ഹരിചര്യാനുവർദ്ധനം. ഓക്കെ, സുശീം പ്രഭു നോക്കിക്കഴിഞ്ഞോ? കിട്ടിക്കഴിഞ്ഞോ? വായിച്ചോളൂ. അർത്ഥം വിവർത്തനം വായിക്കാം. അതെ. ഇന്ദ്രിയങ്ങൾ ആനന്ദദായകമായ വിഷയങ്ങളിൽ സമ്പർക്കത്തിലാകാൻ അഭിലഷിക്കുന്നത് കാരണം സദാ മനോവ്യഥകളാലും ഉത്കണ്ഠകളാലും സാന്ദ്രമായവർക്ക് പരമദിവ്യോത്തമ പുരുഷന്റെ അതീന്ദ്രിയ ലീലകളുടെ നിരന്തര ജപമാകുന്ന വഞ്ചിയാൽ അജ്ഞതയാകുന്ന സാഗരത്തെ തരണം ചെയ്യാൻ സാധ്യമാകും. അത് ഞാൻ സ്വയം അനുഭവിച്ച് അറിഞ്ഞതാകുന്നു. ജീവാത്മാക്കൾക്ക് അല്പനേരത്തേക്ക് പോലും വെറുതെ ഇരിക്കുവാൻ കഴിയുകയില്ല. അവർ സദാ എന്തെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് സംസാരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തുകൊണ്ടുവരും. സാധാരണയായി ഭൗതികവാദികൾ അവരുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നു. എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ ബഹിരംഗ ശക്തിയായ മായാശക്തിയുടെ സ്വാധീനത്തിന് വിധേയമായി നിർവഹിക്കപ്പെടുന്നതാകയാൽ അത്തരം ഇന്ദ്രിയഗത കർമ്മങ്ങൾ യഥാർത്ഥത്തിൽ അവർക്ക് യാതൊരു സംതൃപ്തിയും നൽകുന്നില്ല. ഘടകവിരുദ്ധമായി അവ മനോവ്യഥകളും ഉത്കണ്ഠകളാലും സാന്ദ്രമായി തീരുന്നു. ഇതിനെ മായ അല്ലെങ്കിൽ മിഥ്യ എന്ന് വിശേഷിപ്പിക്കും. യാതൊന്നാണോ അവർക്ക് സംതൃപ്തി പ്രദാനം ചെയ്യാത്തത് അതിനെ സംതൃപ്തിക്കുള്ള വിഷയമായി അവർ അംഗീകരിച്ചിരിക്കുന്നു. ആകയാൽ ഇന്ദ്രിയാസ്വാദനത്തിൽ വ്യാപൃതരായ ഇത്തരം ജീവാത്മാക്കൾ സംതൃപ്തിക്കായി ഭഗവത് ലീലകളെ കുറിച്ച് സദാ ആലപിക്കുക എന്ന് ശ്രീ നാരദമുനി സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉത്ബോധിപ്പിക്കുന്നു.
ശ്രദ്ധാവിഷയത്തെ മാത്രം മാറ്റുക എന്നത് ആണ് സൂചന. ജീവാത്മാക്കളുടെ ചിന്തകളെയോ വികാരങ്ങളെയോ ആഗ്രഹങ്ങളെയോ അഥവാ നടപടികളെയോ നിയന്ത്രിക്കാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ യഥാർത്ഥ ആനന്ദം ആഗ്രഹിക്കുന്ന പക്ഷം ഒരാൾ ശ്രദ്ധാവിഷയത്തെ മാത്രം പരിവർത്തിപ്പിക്കേണ്ടതാണ്. വൃത്തി വരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക, സിനിമാ നടന്മാരുടെ ചേഷ്ടകളെ ആസ്വദിക്കുക എന്നിങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് പകരം ഗോപികമാരെയും ലക്ഷ്മികളെയും പോലുള്ള ഭഗവാന്റെ ശാശ്വത പങ്കാളികളുമായി ഭഗവാൻ നടത്തുന്ന ലീലകളിലേക്ക് ശ്രദ്ധയെ തിരിച്ചു വിടാവുന്നതാണ്. സർവശക്തനായ പരമദിവ്യോത്തമ പുരുഷൻ അദ്ദേഹത്തിന്റെ അഹൈതുകമായ കാരുണ്യത്താൽ ഭൂമിയിൽ അവതരിക്കുകയും ഏറെക്കുറെ ലൗകിക വ്യക്തികളുടേതുപോലെ എന്നാൽ സർവശക്തനാകയാൽ അസാധാരണവും അതിമാനുഷികവുമായ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. സർവബദ്ധാത്മാക്കളുടെയും ക്ഷേമത്തിനായി അവരുടെ ശ്രദ്ധ സർവാതിശയവും ആത്മജ്ഞാനപരവും അതീന്ദ്രിയവുമായതിൽ കേന്ദ്രീകരിക്കാനാണ് ഭഗവാൻ അപ്രകാരം പ്രവർത്തിച്ചത്. അவ்விதം പ്രവർത്തിക്കുന്നതാകയാൽ ബദ്ധാത്മാവ് ക്രമേണ അതീന്ദ്രിയ പദവിയിലേക്ക് ആരോഹണം ചെയ്യപ്പെടുകയും അങ്ങനെ സർവ്വ ദുരിതങ്ങളുടെയും പ്രഭാകേന്ദ്രമായ അജ്ഞാത സാഗരത്തെ അനായാസേന തരണം ചെയ്യുകയും ചെയ്യുന്നു. ശ്രീ നാരദമുനിയെ പോലുള്ള പ്രമാണികന്റെ അനുഭവത്തിൽ നിന്ന് അരുളി ചെയ്യപ്പെട്ടതാണിത്. ഭഗവാൻ അത്യധികം പ്രിയപ്പെട്ട ശ്രേഷ്ഠ നാരദമുനിയുടെ കാലടികളെ പിന്തുടരാൻ നാം ആരംഭിച്ചാൽ അനന്തരം നമുക്ക് അതേ അനുഭവം പ്രാപ്തമാക്കാൻ സാധ്യമാകുന്നു. ഹരേ കൃഷ്ണ. ഭഗവാന് അത്യധികം പ്രിയപ്പെട്ട ശ്രേഷ്ഠ നാരദമുനിയുടെ കാലടികളെ പിന്തുടരാൻ നാം ആരംഭിച്ചാൽ അനന്തരം നമുക്കും ഇതേ അനുഭവം പ്രാപ്തമാക്കാൻ സാധ്യമാകുന്നു. എന്താണ് നാരദമുനിയുടെ ശ്രേഷ്ഠത? എന്താണ് നാരദമുനിയുടെ കാലടികളെ പിന്തുടരുക എന്ന് ഉദ്ദേശിച്ചത്? സർവസമയം നാരായണ മന്ത്രം ജപിച്ചു. നാരായണ നാരായണ നാരായണ. അപ്പൊ കലിയുഗത്തിൽ ഏത് മന്ത്രമാണ്? നാരായണ മന്ത്രം. കലിയുഗത്തിൽ ഏത് മന്ത്രമാണ്? ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങനെയാണെങ്കിൽ ഇന്ദ്രിയ ആസ്വാദനങ്ങൾക്ക് പുറത്തു വരും. അല്ലെങ്കിൽ കണ്ടില്ലേ പെണ്ണിൻ സൈന്യം കണ്ടില്ലേ, കാമം നൽകും അമ്പും വില്ലും നാവിലേന്തി എന്ന പാട്ടിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ, ഇന്ദ്രിയ ആസ്വാദനങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും അത് നൈമിഷികപരമായ ഒരു ആസ്വാദനമാവുകയും ആണെന്ന് നമ്മൾ കരുതത്തില്ല. പക്ഷെ അന്ധമായി നമ്മൾ അതിന്റെ പുറകെ പോവുകയും അവസാനം നമ്മൾ നാശത്തിലേക്ക് പതിക്കുകയും ചെയ്യും. ജമിനിയുടെ മഹർഷിയുടെ കഥയും അത് തന്നെയായിരുന്നു. വില്ലുമംഗലം സ്വാമിയാര് ആ സ്ത്രീ പറഞ്ഞത് കേട്ടിട്ട് ലജ്ജിതനായി ഭഗവത് ഭക്തിയിലേക്ക് തിരിച്ചു വന്നിട്ട് കൂടി വീണ്ടും അദ്ദേഹം പതറി. പിന്നീട് അദ്ദേഹം തീരുമാനിച്ചു, എന്റെ കണ്ണുകളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ, ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ എന്റെ കണ്ണുകൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കണ്ണുകൾ എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. ഇത് തന്നെയാണ് ഗ്രീക്ക് കഥാപാത്രത്തില് ഈഡിപ്പസ് എന്നൊരു കഥാപാത്രമുണ്ട്, കേട്ടിട്ടുണ്ടാവും. ഒരു രാജാവിന്റെ കഥയാണ്. ആ രാജാവ്, ചുരുക്കി പറയാം, മകൻ ഈഡിപ്പസ് എന്ന രാജാവ് അദ്ദേഹത്തിന്റെ അച്ഛനെ ഉപേക്ഷിച്ച് അയൽ രാജ്യത്ത് രാജകുമാരനായിട്ട് വളരുകയും ആ രാജകുമാരൻ വലുതാവുകയും രാജാവാവുകയും സ്വന്തം അച്ഛനാണെന്ന് അറിയാതെ അയൽ രാജ്യത്തെ തന്നെ ആക്രമിക്കുകയും ആ രാജാവിനെ തോൽപ്പിക്കുകയും ആ കാലഘട്ടത്തിന്റെ അലിഖിത നിയമം അനുസരിച്ചിട്ട് ഏതൊരു രാജ്യത്തെയാണോ ആക്രമിച്ച് പരാജയപ്പെടുത്തുന്നത്
ആ രാജാവിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ സ്വന്തമാവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഈഡിപ്പസ് എന്ന രാജകുമാരൻ ആ രാജാവിന്റെ ഭാര്യയെയും രാജ്ഞിയാക്കി സ്വന്തം ഭാര്യയായി വാഴിക്കുന്നു. അവസാനം ആ രാജ്യത്ത് പല വരൾച്ചകൾ ഉണ്ടാകുന്നു, മഹാകെടുതികൾ ഉണ്ടാകുന്നു. ജ്യോതിഷനെ വിളിക്കുന്നു. ജ്യോതിഷ പണ്ഡിതൻ പറയുന്നു, രാജ്യത്ത് അധർമ്മം സംഭവിച്ചു കഴിഞ്ഞു, മൂല്യച്യുതി സംഭവിച്ചു കഴിഞ്ഞു. ഒരു മാതൃഹൃദയം, ഒരു മാതൃത്വത്തെ അപമാനിച്ചു കഴിഞ്ഞു. രാജാവ് ചോദിക്കും, എന്താണ്, ആരാണ്, എന്ത് സംഭവിച്ചു? പറഞ്ഞു, സ്വന്തം അമ്മയെ ഒരു മകൻ ഭാര്യയാക്കി വച്ചിരിക്കുന്നു. അവസാനം ആ രാജാവ് പറഞ്ഞു, അത് മറ്റാരും തന്നെയല്ല, ഞാൻ തന്നെയാണ് എന്ന്. സ്വന്തം തെറ്റുകളെ പശ്ചാത്തപിച്ചുകൊണ്ട് ആ രാജകുമാരൻ പിന്നീട് കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. അത്രയേറെ അനിയന്ത്രിതമാണ് ഇന്ദ്രിയ ആസ്വാദനം എന്ന് പറയുന്നത്. പക്ഷേ അത് നാശത്തിലേക്ക് സംഭവിക്കുകയുള്ളൂ. ശ്രീല പ്രഭുപാദർ പറയുന്നു, മൃത്യു വരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്യുക നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമാ നടന്മാരുടെ ചേഷ്ടകളെ ആസ്വദിക്കുക, അതിനനുസരിച്ചിട്ട് അതേ വേഷം നമ്മൾ അനുകരിക്കുക. ഇതൊന്നിപ്പം പറഞ്ഞു വരുന്നത് നമ്മുടെ കൺട്രോളിലൊന്നുമല്ല നമ്മുടെ വേഷവിധാനങ്ങൾ പോലും. മറ്റുള്ളവരുടെ നിയന്ത്രണത്തിലാണ് നമ്മുടെ വേഷവിധാനങ്ങൾ. ഇത് നമുക്കുണ്ടാകുന്ന 6 ഡിഫക്റ്റുകൾക്കനുസരിച്ചിട്ടാണ്. ഈ 6 ഡിഫക്റ്റുകൾ നമുക്കുണ്ട്. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം. ഇത്രയും ഡിഫക്റ്റുകൾ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ ശരീരം. അതിനെക്കുറിച്ച് ഒരുപാട് സമയം ഉണ്ടെങ്കിൽ പിന്നീട് പറയാം. ഹരേ കൃഷ്ണ. പുരുഷോത്തമ മാസമാണ്, വളരെ പുണ്യമായ മാസം. ഈ പുണ്യമായ മാസത്തെ നമ്മള് ഗോവർദ്ധനധരം വന്ദേ ദിവസവും ചൊല്ലുക. ചൗരാഷ്ടകം വായിക്കാം. ചൗരാഷ്ടകം 2 എണ്ണം ഉണ്ട്. ഒന്ന് വല്ലഭാചാര്യര് പാടിയ ചൗരാഷ്ടകമുണ്ട്, വില്ലുമംഗലം സ്വാമിയാര് ചെയ്ത ചൗരാഷ്ടകമുണ്ട്. വല്ലഭാചാര്യര് ചെറിയൊരു മാറ്റമാണ് അതിനകത്ത് വരുത്തിയത്. നമ്മളത് നേരത്തെ പാടിയിട്ടുണ്ട്. അതിന്റെ 4 വരി ഞാൻ പാടാം. പിന്നെ ബാക്കി ഫുള്ള് ചൗരാഷ്ടകം ഇത് തന്നെയാണോ എന്ന് അറിയത്തില്ല, ശില്പമാതാജി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഭജേ വസന്തം നവനീത ചോരം വ്രജാംഗനാനാം വസനൈക ചോരം. വ്രജേ വസന്തം നവനീത ചോരം വ്രജാംഗനാനാം വസനൈക ചോരം. അനേക ജന്മാർജിത പാപചോരം അനേക ജന്മാർജിത പാപചോരം ചൗരാംഗ്രകന്യാം പുരുഷം നമാമി. വ്രജേ വസന്തം നവനീത ചോരം. വ്രജഭൂമിയില് ഒരു പുതിയൊരു കള്ളൻ പ്രവേശിച്ചിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത്. വ്രജഭൂമിയില് ഒരു പുതിയൊരു കള്ളൻ, വ്രജവാസികളെ ഒരു പുതിയൊരു കള്ളൻ പ്രദേശത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ജാഗ്രത. വ്രജാംഗനാനാം വസനൈക ചോരം വ്രജാംഗനാനാം വസനൈക ചാരം. ആ കള്ളന്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഗോപികമാരുടെ വസ്ത്രങ്ങൾ എടുത്ത് മോഷ്ടിച്ചു കൊണ്ടുപോവുകയാണ്. മാത്രമല്ല ആളില്ലാത്ത വീട്ടുകളിൽ ചെന്നിട്ട് വെണ്ണയും കൂടി മോഷ്ടിച്ചു കൊണ്ടുപോവുക. അത്തരം ഒരു കള്ളൻ വ്രജഭൂമിയില് ചെന്നിരിക്കുന്നു. പിന്നെ വീണ്ടും വല്ലഭാചാര്യര് പറയുകയാണ്,
അനേക ജന്മാർജിത പാപചോരം അനേക ജന്മാർജിത പാപചോരം ചൗരംഗഗണ്യാം പുരുഷം നമാമി. കള്ള, വെണ്ണക്കള്ള, വസ്ത്രങ്ങൾ മോഷ്ടിക്കുന്നവനെ, നീ ഏതായാലും മോഷ്ടിക്കാൻ വന്നവനാണ്. എന്നാല് അനേക ജന്മങ്ങൾ കൊണ്ട്, ഞങ്ങളുടെ ഈ 6 ഡിഫക്റ്റുകൾ കൊണ്ട്, കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യ ഡിഫക്റ്റുകൾ കൊണ്ട് ഞങ്ങൾ അനേകം പാപങ്ങൾ കൂട്ടിവച്ചിരിക്കുന്നു. ഈ പാപങ്ങളെല്ലാം ഭഗവാനെ, കൃഷ്ണ, കള്ള, ഇതും കൂടെ നീ മോഷ്ടിച്ചു കൊണ്ടുപോകൂ. അനേക ജന്മാർജിത പാപചോരം ചൗരാംഗ്രഗണ്യാം പുരുഷം നമാമി. എത്ര സുന്ദരമായ ശ്ലോകം, എത്ര സുന്ദരമായ കീർത്തനമാണ് വല്ലഭാചാര്യര് പാടിയത്. നമ്മള് അനേക ജന്മങ്ങൾ പാവങ്ങൾ, എന്തുകൊണ്ടാണ് പാവങ്ങൾ വന്നത്? 6 ഡിഫക്റ്റുകൾ നമ്മൾ ആർജിച്ചു വെച്ചിരിക്കുകയാണ്. കാമ, ക്രോധ, മോഹ, ലോഭ, മത, മാത്സര്യം. അതാണ് ആ കുംബ്ലിസ് ക്ഷേത്രം. അവിടെ വെച്ച് സപ്താഹം നടത്തി ഭഗവാനോട് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലല്ല. നേരത്തെ ഞാൻ ഒരു പാട്ട് പാടി, അതിന്റെ കണ്ടിന്യൂഷൻ എന്താണ്? ഞങ്ങളെ നിങ്ങളുടെ മാറിലൊതുങ്ങും പുസ്തകമായൊന്നു മാറ്റണമേ. കൃഷ്ണ ഭഗവാനെ, അതല്ല ഇവിടെ പറയുന്നത്. കൃഷ്ണ ഭഗവാനെ, വെണ്ണക്കള്ള, ഞങ്ങൾ ആർജിച്ചു വെച്ചിരിക്കുന്ന പാവങ്ങൾ നിങ്ങൾ അങ്ങ് മോഷ്ടിച്ചു കൊണ്ടുപോകൂ, എടുത്തു മാറ്റൂ. ഞങ്ങൾക്കൊരു പുണ്യ ജന്മം തരൂ. അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ സേവിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ജന്മം തരൂ. ഭജേ വസന്തം നവനീത ചോരം പ്രജാംഗനാനാം വസനൈക ചോരം അനേക ജന്മാർജിത പാപചോരം ചൗരാംഗ്രഗണ്യാം പുരുഷം നമാമി. ശില്പമാതാജി, ഹരേ കൃഷ്ണ. ആ പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ ശില്പമാതാജി ചൊല്ലും. മ്യൂട്ടാക്കിക്കൊണ്ട് റിപ്പീറ്റ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു, എനിക്ക് മറ്റേ പ്രിന്റ് ഔട്ട് ആണുള്ളത്. അതെ, കറക്റ്റ്. കുഴപ്പമില്ലല്ലോ അല്ലേ? അതെ. ഓക്കെ. വ്രജേ പ്രസീദം നവനീത ചൗരം ഗോപാംഗനാനാം ച ദുകുല ചൗരം. വ്രജേ പ്രസീദം നവനീത ചൗരം ഗോപാംഗനാനാം ച ദുകുല ചൗരം. വായിച്ചോളൂ, 2 വരി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശില്പമാതാജി 2 വരി വായിച്ചോളൂ. ശില്പമാതയുടെ നെറ്റ് ഇഷ്യൂ ആണോ? ഹരേ കൃഷ്ണ. ശില്പമായി സ്ട്രക്ക് ആയിട്ടിരിക്കുകയാണല്ലോ. വ്രജേ പ്രസീതം നവനീത ചോരം ഗോപാംഗനാനാം ച ദുകുല ചോരം അനേക ജന്മാർജിത പാപചോരം ചൗരാംഗ്രഗണ്യാം പുരുഷം നമാമി. ആർക്കു ചൊല്ലാം ഈ ഒരു ശ്ലോകം? ഇപ്പം ആദ്യം വരും. ആർക്കു ചൊല്ലാം? ഞാൻ ചൊല്ലാം. അനേക ജന്മാർജിത പാപചോരം ചോരാഗ്രഗമ്യം പുരുഷം നമാമി. ശ്രീരാധികായ ഹൃദയസ്യ ചോരം നവാംബുധ ശ്യാമല കാന്തി ചോരം പദാശ്രിതാനാം ച സമസ്ത ചോരം ചോരാഗ്യഗണ്യം പുരുഷം നമാമി. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം ആർക്ക് ചെല്ലാൻ പറ്റും?
അഹിംസാനികൃത്യ പദാശ്രിതം യാ കരോതി ഭിക്ഷും പതിഗേഹഹീനം. സിമി വായിക്കുന്നോ, പാടുന്നോ? അയ്യോ വേണ്ട വേണ്ട, കറക്റ്റ് ആയിട്ട് അറിയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തേ ആരും ഉണ്ടാത്തത്? അടുത്ത ശ്ലോകം ആര് ചെയ്യും? അകിഞ്ചിന്യാണോ? അതെ അതെ അതെ. നമ്പർ 3. കൃത്യ പദാശ്രിതം യ കരോതി ഭിക്ഷും പതിഗേഹഹീനം. വെരി ഗുഡ്, വെരി ഗുഡ്. തേനാപ്യഹോ ഭീഷണ ചൗര ഈദ്യക് ദൃഷ്ടശ്രുതോ വ ന ജഗത്രയേപി. ഹരേ കൃഷ്ണ. ശില്പമാതാജി വീണ്ടും വന്നു കഴിഞ്ഞു. ഓക്കെ, സോറി, ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. ഇന്റർനെറ്റിന്റെ അറിയാം നെറ്റ് ഇടയ്ക്ക് വായിച്ചു. ഒന്നുകൂടെ ഞാൻ പാടാം. വ്രജേ പ്രസീദം നവനീതചൗരം ഗോപാംഗനാനാം ച ദുകുലചൗരം അനേകജന്മാർജിതപാപശൗരം ചൗരാംഗ്രഗണ്യം പുരുഷം നമാമി. ശ്രീരാധികായാ ഹൃദയസ്യ ചൗരം നവാംബുദശ്യാമള കാന്തി ചൗരം പദശ്രിതാനാം ച സമസ്ത ചൗരം ചൗരാംഗ്രഗണ്യം പുരുഷം നമാമി. ആകിഞ്ചനീകൃത്യ പദശ്രിതം യ കരോതി ഭിക്ഷും പതിഗേഹഹീനം കേനാപി യാഹോ ഭീഷണചൗര ഇതി ദൃഷ്ടശ്രുതോ വാ ന ജഗത്രയേപി. യദീയനാമാപി ഹരതി യശേഷാം ഗിരിപ്രസാരൻ അപി പാപരാശിൻ ആശ്ചര്യരൂപോ നനു ചൗര ഈദൃക് ദൃഷ്ടശ്രുതോ വാ ന മായാ കദാപി. ധനം ച മാനം ച തതേന്ദ്രിയാണി പ്രണാംശ്ച ഹൃത്വാ മമ സർവമേവ പലായസേ കുത്ര ധൃതോദ്യ ചൗര ത്വം ഭക്തിദാംനാസി മയാ നിരുദ്ധ. ചിന്തസി ഘോരം യമ പാശബന്ധം ഭിന്നത്സി ഭീമം ഭവ പാശബന്ധം ചിന്തസി സർവസ്യ സമസ്തബന്ധം നൈവാത്മനോ ഭക്ത കൃതം തു ബന്ധം. മന്മാനസേ താമസ രാശി ഘോരേ കാരാഗ്രേ ദുഃഖമയേ നിബദ്ധ. ലഭസ്വ ഹേ ചൗര ഹരേ ചിരായ स्वचौर्यदोषोचितम् एव दण्डम्. व्रजे प्रसीदं नवनीतचौरं गोपाङ्गनानां च दुकुलचौरम् अनेकजन्मार्जितपापचौरं चौराग्रगण्यं पुरुषं नमामि. कराग्रे वस सदा हृदये मदीये मद्भक्ति पाशहृद्रद बन्धना निश्चलसन् त्वां कृष्ण हे प्रलय कोटि शतान्तरेऽपि सर्वस्व ചൗര ഹൃദയാന്നചി മോചയാമി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ മനോഹരമായിരുന്നു. ഇതിന്റെ അർത്ഥം കൂടെ നമുക്കൊന്ന് വായിക്കാം. വായിച്ചൂടെ? ഞാൻ വായിക്കാനാ പ്രഭു? ഓരോരുത്തരായിട്ട് ഞാൻ. സുശീം പ്രഭു ഫസ്റ്റ്. ഐ ഓഫർ മൈ റെസ്പെക്ട്ഫുൾ ഒബീസിയൻസസ്. I offer my
കേൾക്കുന്നില്ല? And he who steals Gopi's clothes, and who, for those who take shelter of him, steals the sins which have occurred over many lifetimes. Hare Krishna. Number 2. Cheta. Pradhan Cheta, number 2. I offer my respectful obeisances to the foremost of thieves, who steals Srimati Radhika's heart, who steals the dark luster of fresh rain cloud, and who steals all the sins of sins and sufferings and sufferings of those who take shelter of his feet. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നോക്കൂ, ഐ ഓഫർ മൈ റെസ്പെക്ട്ഫുൾ ഒബീസിയൻസ് ടു ദ ഫോർമോസ്റ്റ് ഓഫ് തീവ്സ്. കള്ളന്മാരെ കള്ളൻ. അതുകൊണ്ട് ഭഗവാനെ കവച്ചു വെക്കാൻ ആർക്കും പറ്റത്തില്ല, ആടി പതറിപ്പോകും. ഈ കള്ളൻ അതാണ് ഏതൊരു മോഷ്ടാവും ആലോചിക്കേണ്ടതാണ്. ഐ ഓഫർ മൈ റെസ്പെക്ട്ഫുൾ ഒബീസിയൻസ് ടു ദ ഫോർമോസ്റ്റ് ഓഫ് തീവ്സ് ഹു സ്റ്റീൽസ് ശ്രീമതി രാധികാസ് ഹെർട്ട്, who steals the dark luster of a fresh rain clouds, and who steals all the sins and the sufferings. എല്ലാവരുടെയും പ്രയാസങ്ങളെ അപഹരിച്ചവൻ ആരെ? ആരുടെ പ്രയാസങ്ങളെ അപഹരിച്ചു? The sufferings of those who takes shelter of his feet. അദ്ദേഹത്തിന്റെ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിച്ചവരുടെ പ്രയാസങ്ങളെ അപഹരിച്ചെടുക്കുന്നവൻ. കാര്യം, പ്രയാസങ്ങളെ എടുത്തു കളയുന്നവൻ. നമ്മൾ പോലും അറിയാതെ, അതുകൊണ്ടാണ് മോഷ്ടാവ് എന്ന് പറഞ്ഞത്, നമ്മൾ പോലും അറിയാതെ നമ്മുടെ പ്രയാസങ്ങളെ എടുത്തു കൊണ്ടുപോകും. അത്ര ദീനാനുകമ്പയാണ് ഭഗവാൻ. ഹേ കൃഷ്ണ ദീനബന്ധു ജഗത്പതി. അടുത്തത് വിദ്യാജി, സോറി ചേച്ചി വായിച്ചില്ലല്ലോ. നമ്പർ 3. He turns his surrendered devotees into beggars and wandering, homeless beggar. Alas, such a fearsome thief has never been seen or heard of in all the 3 worlds. Okay, Vidyaji. The mere utterance of his name purges one of a mountain of sins. Such an astonishingly wonderful thief I have never seen or heard of anywhere. Suresh Prabhu. Mute ആണ് പ്രഭു. Mute. Okay. O thief, having stolen my wealth, my honor, my senses, my life, and my everything, where can you run to? I have caught you with the rope of my devotion. Rajiv Prabhu. You cut the troubled nose of Yamaraja. You sever the dreadful nose of material existence, and you stash everyone's material bondage. But you are unable to cut the knot fastened by your own loving devotees. But you are unable to cut the knot fastened by your own loving devotees. അത് മാത്രം കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആരുടെ? ലവിംഗ് ഡിവോട്ടീസ്. സ്നേഹമാകുന്ന പാശം കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു. അതിന് മാത്രം അങ്ങ് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ദാമോദരൻ എന്ന് പേര് വരുന്നത്. ആ സ്നേഹം കൊണ്ട് യശോദാമ്മ കെട്ടിവെച്ചിരിക്കുകയാണ്. ആ സ്നേഹത്തിൽ ഭഗവാൻ വീണുപോയി, ഒരിക്കലും അഴിക്കാൻ ശ്രമിച്ചില്ല. അതും വലിച്ചു കൊണ്ടുപോയി മോക്ഷം കൊടുത്തു. നമ്പർ 7 ജയലക്ഷ്മി മാതാജി. O stealer of my everything, O thief, today I have imprisoned you in the miserable prison house of my heart, which is very fearful due to the terrible darkness of my ignorance. And there for a very long time you will remain.
receiving appropriate punishment for your crimes of thievery. Hare Krishna. Number 8, Neved Amma. O Krishna, thief of my everything, the news of my devotion remaining forever tight, you will continue to reside in the prison house of my heart, because I will not release you for million of aeons. O Krishna, thief of my everything, the news of my devotion remaining forever tight, you will continue to reside in the prison house of my heart, because I will not release you for millions of aeons. Vismaya, ആ ലൈൻ ഒന്നുകൂടെ വായിക്കാമോ? നമ്പർ 8. O Krishna, thief of my everything, the noose of my devotion remaining forever tight, you will continue to reside in the prison house of my heart, because I will not release you for a millions of aeons. Hare Krishna. എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ഞാൻ എന്റെ മനസ്സിൽ നിന്ന്, എന്റെ മനസ്സാകുന്ന ജയിലിൽ നിന്ന്, ജയിലിൽ നിന്ന് നിന്നെ ഞാൻ റിലീസ് ചെയ്യുകയില്ല കൃഷ്ണ. ഈ ഒരു ബോധമാണ്. ഒരിക്കലും ഏതൊരവസ്ഥയിലും ഭഗവാനെ എന്റെ മനസ്സിൽ നിന്ന് നിന്നെ ഞാൻ പറഞ്ഞു വിടുകയില്ല. എന്റെ ജീവിതത്തിന്റെ വഴിയും ജീവനും സത്യവും പരമപ്രകാശവും എല്ലാം അങ്ങ് തന്നെയാണ്. എന്റെ ജീവിതത്തിന്റെ ഡയറക്ഷൻ അങ്ങ് തന്നെയാണ്. 5.29 നമ്മൾ അടുത്ത ആഴ്ച വായിക്കും. ആ ഭഗവാനെ ഞാൻ എന്റെ മനസ്സിൽ എപ്പോഴും ഏതു സാഹചര്യത്തിലും പ്രതിഷ്ഠിച്ചിരിക്കും എന്ന ദൃഢവിശ്വാസത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഡ്രൈവർ നമ്മൾ തന്നെയായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പാസഞ്ചർ ആകാൻ പാടില്ല. ഓടുന്ന വഴിക്ക് ഓടാൻ പാടില്ല. നമ്മുടെ ജീവിതം മറ്റൊരാളുടേതല്ല. നമ്മുടെ ജീവിതം നമ്മളുടേത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിലാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഗിയർ നമ്മുടെ കയ്യിലാണ്. നമ്മുടെ ജീവിതത്തിന്റെ സ്പീഡ് ബ്രേക്കർ നമ്മുടെ കയ്യിലാണ്. നമ്മൾ വെറും പാസഞ്ചർ അല്ല. നമ്മൾ വെറും ആസ്വാദകനല്ല. വഴിയെ പലതും വന്നും പൊയ്ക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഭഗവാന്റെ തൃപ്പാദങ്ങളാണ് എന്ന ബുദ്ധിയോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും. പുരുഷോത്തമ മാസത്തിലെ മറ്റൊരു ശ്ലോകത്തിനും കൂടെ നമുക്ക് പോകാം. ഹരേ കൃഷ്ണ. ഗോവർദ്ധനധരം വന്ദേ. കനശ്യാം റെഡിയാണോ വായിക്കാൻ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗോവർദ്ധനധരം വന്ദേ. റിപ്പീറ്റ് ചെയ്യാം. ഗോവർദ്ധനധരം റിപ്പീറ്റ് ചെയ്യാനാണോ? അതെ. ഗോവർദ്ധനധരം വന്ദേ. ഗോവർദ്ധനധരം വന്ദേ. ഗോപാലം ഗോപരൂപിണം. ഗോപാലം ഗോപരൂപിണം. ഗോകുലോത്സവമീശാനാം. ഗോകുലോത്സവമീശാനാം. ഗോവിന്ദം ഗോപികാപ്രിയം. ഗോവിന്ദം ഗോപികാപ്രിയം. വന്ദേ നവഘനശ്യാമം. വന്ദേ നവഘനശ്യാമം. ദിവിജം മുരളീധരം. പീതാംബരധരം ദേവം. ശാരദം പുരുഷോത്തമം. ശില്പമാതി ഒന്ന് പാടിക്കേ. ഗോവർദ്ധനം ധരം വന്ദേ. ഗോപാലം ഗോപരൂപിണാം. ഗോകുലോത്സവമേയീശാനാം. ഗോവിന്ദം ഗോപികാപ്രിയം. വന്ദേ നവഘനശ്യാമം. ദ്വിഭുജം മുരളീധരം. പീതാംബരധരം ദേവം. ശാരദം പുരുഷോത്തമം. ഹരേ കൃഷ്ണ. വിദ്യാജി. ഗോവർദ്ധനധരം വന്ദേ.
गोपालं गोपरूपिणां गोकुलोत्सवनेशानं गोविन्दं गोपिकाप्रियं वन्दे नवघनश्यामं द्विभुजं मुरलीधरं पीताम्बरधरं देवं शारदां पुरुषोत्तमम्. सिम्मी. गोवर्धनधरं वन्दे गोपालं गोपरूपिणं गोकुलोत्सवमे ईशानं गोविन्दं गोपिकाप्रियं वन्दे नवघनश्यां द्विभुजं मुरलीधरं पीताम्बरधरं देवं शरदं पुरुषोत्तमम्. जयप्रकाश प्रभु. गोवर्धनधरं वन्दे गोपालं गोपरूपिणां गोकुलोत्सवमीशानां गोविन्दं गोपिकाप्रियं वन्दे नवघनश्याम द्विभुजं मुरलीधरं पीताम्बरधरं देवं शारदं पुरुषोत्तमम्. गोवर्धनधरं वन्दे गोपालं गोपरूपिणां गोकुलोत्सवमे ईशानां गोविन्दं गोपिकाप्रियं वन्दे नवघनश्यामं द्विभुजं मुरलीधरं पीताम्बरधरं देवं शारदं पुरुषोत्तमम्. गोवर्धनधरं वन्दे गोपालं गोपरूपिणां गोकुलोत्सवमे ईशानां गोविन्दं गोपिकाप्रियं वन्दे नवघनश्याम द्विभुजं मुरलीधरं पीताम्बरं धरं देवं शारदां पुरुषोत्तमम्. ഹരേ കൃഷ്ണ. മാതാജി ഉണ്ടോ അവിടെ? മാതാജി ഉണ്ട്. എന്നാ വായിച്ചോളൂ. വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമേ ഈശാനം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാമം ദ്വിഭുജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. ഹരേ കൃഷ്ണ. സുരേഷ് പ്രഭു. गोवर्धनधरं वन्दे गोपालं गोपरूपिणं गोकुलोत्सवमे ईशानां गोविन्दं गोपिकाप्रियं वन्दे नवघनश्याम द्विभुजं मुरलीधरं पीताम्बरं देवं पीताम्बरधरं देवं शारदं पुरुषोत्तमम्. ഹരേ കൃഷ്ണ. ജയലക്ഷ്മി മാതാജി. गोवर्धनधरं वन्दे गोपालं गोपरूपिणं गोकुलोत्सवमे ईशानं गोविन्दं गोपिकाप्रियं वन्दे नवघनश्याम द्विभुजं मुरलीधरं पीताम्बरधरं देवं शारदं पुरुषोत्तमम्. ചേച്ചി വായിച്ചായിരുന്നോ? ഇല്ല, വായിച്ചോളൂ. गोवर्धनधरं वन्दे गोपालं गोपिकारूपिणं गोकुलोत्सवमे ईशानां गोविन्दं गोपिकाप्रियं वन्दे नवघनश्याम द्विभुजं मुरलीधरं पीताम्बरधरं देवं शारदं पुरुषोत्तमम्. अनवद्य. गोवर्धनधरं वन्दे गोपालं गोपरूपिणं गोकुलोत्सवमीशानं गोविन्दं गोपिकाप्रियं वन्दे नवघनश्याम द्विभुजमुरलीधरं पीताम्बरधरं देवं शारदं पुरुषोत्तमम्. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. നിവേദ് അമ്മ വായിക്കൂ ആദ്യം, പിന്നെ വായിച്ചോളാം മതി. നോ പ്രോബ്ലം. गोवर्धनधरं वन्दे गोपालं गोपरूपिणं गोकुलोत्सवमे ईशानां गोविन्दं गोपिकाप्रियं
वन्दे नवघनश्यामं द्विभुजं मुरलीधरं पीताम्बरधरं देवं शारदं पुरुषोत्तमम्. അമ്മ गोवर्धनधरं वन्दे गोपालं गोपरूपिणं गोकुलसवमे ईशानं गोविन्दं गोपिकाप्रियं वन्दे नवघनश्यामा दिग्भुजं मुरलीधरं पीताम्बरं धरं देवं शारदं पुरुषोत्तमम्. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. വിസ്മയ गोवर्धनधरं वन्दे गोपालं गोपरूपिणं गोकुलोत्सवमे ईशानां गोविन्दं गोपिकाप्रियं वन्दे नवघनश्याम द्विभुजं मुरलीधरं पीताम्बरधरं देवं शारदं पुरुषोत्तमम्. വെരി ഗുഡ്. നന്നു മ്യൂട്ട് മ്യൂട്ട്. गोवर्धनधरं वन्दे വന്ദേ वन्दे गोपालं गोपरूपिणं गोकुलोत्सवमे ईशानं गोपिकाप्रियं वन्दे नवघनश्यां द्विजं मुरलीधरं पीताम्बरं धरं देवं शारदं पुरुषोत्तमम्. ഹരേ കൃഷ്ണ. गोवर्धनधरं वन्दे गोपालं गोपरूपिणां गोकुलोत्सवमेषानां गोविन्दं गोपिकाप्रियं वन्दे नवघनश्यां द्विजं मुरलीधरं पीताम्बरं धरं देवं शारदं पुरुषोत्तमम्. പീതാംബരധരം മഞ്ഞ വസ്ത്രം ധരിച്ചവനെ, പീതാംബരധരം ദേവം ശാരദം വളരെ മനോഹരമാണ്, പുരുഷോത്തമം പുരുഷന്മാരിൽ ശ്രേഷ്ഠനായവനാണ്. വന്ദേ നവഘനശ്യാം യൗവനയ്ക്ക് എപ്പോഴും യൗവനമായി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഘനശ്യാമൻ കൃഷ്ണൻ. ദിവിജം രണ്ട് കൈകളോടുകൂടി ഓടക്കുഴൽ വായിച്ചു കൊണ്ടിരിക്കുന്ന മഞ്ഞ വസ്ത്രധാരിയായ വളരെ മനോഹരിയായ ഭഗവാനെ, ആ പുരുഷോത്തമനെ ഞാൻ പ്രണമിക്കുന്നു. വന്ദേ നവഘനശ്യാം ദിവിജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. ആമി. गोवर्धनधरं वन्दे गोपालं गोपरूपिणां गोकुलोत्सवमे ईशानां गोविन्दं गोपिकाप्रियं वन्दे नवघनश्यामा द्विभुजं मुरलीधरं पीताम्बरधरं देवं शारदं पुरुषोत्तमम्. സൂര്യ. गोवर्धनधरं वन्दे गोपालं गोपरूपिणं गोकुलोत्सवमे ईशानां गोविन्दं गोपिकाप्रियं वन्दे नवघनश्यां द्विभुजं मुरलीधरं पीताम्बरधरं देवं शारदं पुरुषोत्तमम्. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഇനി ആരാ വായിക്കാനുള്ളത്? സിമി വായിച്ചിരുന്നോ? ഹരേ കൃഷ്ണ. ഇനി രാജ്മോഹൻജി വായിച്ചിട്ടില്ല. രാജ്മോഹൻജി ഉണ്ടോ അവിടെ? ആ, വായിച്ചോളൂ. ഗോവർദ്ധനധരം വന്ദേ गोवर्धनधरं वन्दे गोपालं गोपरूपिणं गोकुलोत्सवमे ईशानां गोविन्दं गोपिकाप्रियं वन्दे नवघनश्याम दिव्यजं मुरलीधरं पीताम्बरधरं देवं शारदां पुरुषोत्तमम्. ഹരേ കൃഷ്ണ. ഘനശ്യാം ഉണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ആ, വായിച്ചോളൂ. ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാം
ത്രിഭുജം മുരളീധരം പീതാംബരം ധരം ദേവം ശാരദം പുരുഷോത്തമം. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഇനി ആരെങ്കിലും വായിക്കാനുണ്ടോ? തന്നു അമ്മ വായിച്ചിട്ടായിരുന്നല്ലേ? വായിച്ചോളൂ. ഓക്കെ. ഗോവർദ്ധനന്തരം വന്ദേ ഗോപാലം ഗോപരൂപീണം ഗോകുലോത്സവമി ഈശാനം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവകനശ്ചം മുരളീധരം പീതാംബരം ധരം ദേവം ശാരദം പുരുഷോത്തമം. നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 2 3 4 സ്റ്റാർട്ട്. ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമേ ഈശാന ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാമം ഗിരിജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. ഹരേ കൃഷ്ണ. I worship the lifter of Govardhana hill, who has the beautiful form of a cowherd boy and who continuously plays with the gopis. He is the Lord of Gokula, where every day is a festival. ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ നമ്മൾ ഭഗവാനെ പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും എപ്പോഴും ഗോകുലോത്സവം പോലെ വളരെ സന്തോഷമായിരിക്കും, ഉത്സവമായിരിക്കും. I offer my obeisance to Navakanashyam Krishna, who has the color of a fresh rain cloud, who is holding the fruits with his two hands. I worship Purushottama, who is so beautiful in his yellow dress, Pidambaram. Hare Krishna. വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. മാതാജി വണ്ടിയിലാണോ? ശില്പ മാതാജി. അതെ, ഹരേ കൃഷ്ണ പ്രഭു. എനിക്ക് ക്രെഡിറ്റ് കാർഡ് അടയ്ക്കണം, പെട്രോൾ അടിക്കണം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓക്കെ. ഇതില് എന്തെങ്കിലും ആക്ഷേപങ്ങൾ, അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംസാരിക്കാം. ജയപ്രകാശ് പ്രഭു, എന്തെങ്കിലും മെസ്സേജുകൾ, സ്പെഷ്യൽ മെസ്സേജുകൾ ഈ പുരുഷോത്തമ മാസത്തിൽ എന്തെങ്കിലും സ്പെഷ്യൽ മെസ്സേജ്? ജയപ്രകാശ് പ്രഭു. ഒരു മെസ്സേജ് പ്രഭു പറയുന്നില്ല, പിന്നെന്താ? ഞാൻ ഇതിന്റെ മലയാളം ഒന്ന് പറഞ്ഞോട്ടെ? തീർച്ചയായിട്ടും. നിരന്തരം ഗോപന്മാരോടൊത്ത് ഉല്ലസിക്കുകയും സുന്ദരനായ ഒരു ഗോപബാലന്റെ രൂപം കൈക്കൊള്ളുകയും ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തുകയും ചെയ്ത അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. എല്ലാ ദിവസവും ഉത്സവമായിട്ടുള്ള ആ ഗോകുലത്തിന്റെ നാഥനും ഗോപികമാരുടെ പ്രിയപ്പെട്ട ഗോവിന്ദനുമാണ് അങ്ങ്. രണ്ട് കരങ്ങളാൽ പുല്ലാങ്കുഴൽ പിടിച്ചിരിക്കുന്ന ആ നവഘനശ്യാമന്, നവ കാർമേക വർണ്ണമുള്ള കൃഷ്ണൻ, ഞാൻ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. മഞ്ഞ പട്ടുടയാൽ മനോഹരമായിട്ടുള്ള ആ പുരുഷോത്തമനെ ഞാൻ ആരാധിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു നിമിഷം എല്ലാവരും ഫ്രീ ബോഡി ഫ്രീ ആയിട്ട് വെക്കാമോ? എല്ലാ ടെൻഷനും കഴിഞ്ഞ് ബ്രീത്ത് വളരെ ഫ്രീ ആക്കുക. കണ്ണടയ്ക്കുക. ഭഗവാന്റെ രൂപത്തെ, ആ ഓടൽ കുഴൽ ഊതിയ രൂപത്തെ മനസ്സിൽ കൊണ്ടുവരിക. ജയപ്രകാശ് പ്രഭു വായിക്കുക ഒന്നുകൂടെ മലയാളം. എല്ലാവരും കണ്ണടച്ചിരിക്കുക. നിരന്തരം ഗോപന്മാരോടൊത്ത് ഉല്ലസിക്കുകയും സുന്ദരനായ ഒരു ഗോപബാലന്റെ രൂപം കൈക്കൊള്ളുകയും ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തുകയും ചെയ്ത അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. എല്ലാ ദിവസവും ഉത്സവമായിട്ടുള്ള ആ ഗോകുലത്തിന്റെ നാഥനും ഗോപികമാരുടെ പ്രിയപ്പെട്ട ഗോവിന്ദനുമാണ് അങ്ങ്. രണ്ട് കരങ്ങളാൽ പുല്ലാങ്കുഴൽ പിടിച്ചിരിക്കുന്ന ആ നവഘനശ്യാമന്, നവ കാർമേക വർണ്ണമുള്ള കൃഷ്ണന് ഞാൻ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. പീതാംബരധരം മനോഹരമായിട്ടുള്ള ആ പുരുഷോത്തമനെ ഞാൻ ആരാധിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇതിലേറെ സൗഭാഗ്യം നമുക്ക് വേറെ ആരാണ്, എന്താണ് വേണ്ടത്? ലോകത്തിലെ ഏറ്റവും വലിയ നവയൗവനായ മനോഹരനായ ഒരു പുരുഷൻ നമുക്കുണ്ടെങ്കിൽ ഇതിൽ പരം ആനന്ദം നമുക്ക് എന്താണുള്ളത്? ഈ ഒരു സൗഭാഗ്യം നമ്മൾ രണ്ട് കൈകൊണ്ട് നീട്ടി പുരുഷോത്തമ മാസത്തിൽ
നമ്മൾ ചില സങ്കല്പങ്ങൾ എടുക്കുക. ഭഗവാൻ എല്ലാം ഭഗവാനിൽ അർപ്പിച്ചിട്ട് ജീവിക്കാനുള്ള ആ ഒരു ഭാഗ്യം നമുക്ക് കിട്ടണമേ. ഇന്നലെ സൂക്ഷ്മാനന്ദ സ്വാമി പറഞ്ഞതിന് തൊട്ട് നമ്മുടെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ കാരണം മറ്റൊരാളല്ല, നമ്മൾ തന്നെയാണ്. അല്ലേ ജയലക്ഷ്മി മാതാജി പറഞ്ഞത്? ഹരേ കൃഷ്ണ. അപ്പം ഇവരെല്ലാം ഈ ആചാര്യന്മാരെല്ലാം ഭഗവത്ഗീത എന്ന തത്വം ഉൾക്കൊണ്ടവരാണ്. കാര്യം ഭഗവത്ഗീത മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഉപായം. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു, താങ്ക് യു. ശില്പമാതാജി നല്ലോണം പാടി, താങ്ക് യു. ഹരേ കൃഷ്ണ. കൂടെ വിദ്യാജെല്ലാം നല്ലോണം സപ്പോർട്ട് ചെയ്തു, ശ്ലോകമൊക്കെ നല്ലോണം പാടി. സുരേഷ് ഗോപി പ്രഭു, ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറയാനുണ്ടോ ഇനി? കൂടുതൽ കാര്യങ്ങൾ, ആക്ഷേപങ്ങൾ, അഭിപ്രായങ്ങൾ? സിമ്മി ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. വീഡിയോയിൽ വരൂ. ഹലോ, വീഡിയോയിൽ വരൂ. ഞാനേ ഒരു ശരിയല്ല. ഞാനിപ്പം എനിക്കതിന് നിങ്ങൾ പുരുഷോത്തമ മാസം നിങ്ങളൊരു മന്ത് ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ റീസെന്റ് ആ മെസ്സേജ് കിട്ടിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. സോ ഞാൻ ഈ പറഞ്ഞ ശ്ലോകം ഉണ്ടല്ലോ, അത് മാക്സിമം ട്രൈ ചെയ്യും കുട്ടികളുടെ ഒപ്പം അത് എന്നും ചൊല്ലാൻ വേണ്ടി. പിന്നെ ഇത് ട്രൈ ചെയ്യണം. എനിക്ക് 108 16 ടൈംസ് ആ ഒരു റൗണ്ട് ചെയ്യണല്ലോ ഹരേ കൃഷ്ണ മഹാമന്ത്രം. അതെനിക്ക് ഞാൻ എന്നും ഡെയിലി ട്രൈ ചെയ്യുന്നു, പക്ഷെ എനിക്ക് ആ 16 റൗണ്ട്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് ഈ ഒരു മന്തിലേക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ വെരി ഗുഡ്, താങ്ക് യു. അപ്പം സിമ്മിയുടെ ആ ഒരു സങ്കല്പത്തിനെ യാഥാർത്ഥ്യമാകട്ടെ, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് 3 പ്രാവശ്യം നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. താങ്ക് യു പ്രഭു, താങ്ക്സ് എ ലോട്ട്. ഹരേ കൃഷ്ണ. ഇനി എന്താണ് ആർക്കെങ്കിലും പറയാനുള്ളത്? ഇതേപോലെ ഞാനും ഒക്കെ ജപിച്ചു തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ എത്തിയിട്ടില്ല. ജപിച്ചു തുടങ്ങിയല്ലോ. അതെ, അതാണ് ഏറ്റവും വലിയ ബോധം എന്ന് പറയുന്നത്. ജപിച്ചു തുടങ്ങണം എന്നുള്ളതാണ്. ആ ഒരു കോൺഷ്യസ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ സംപ്രീതനായി എന്നുള്ളതാണ്, ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ. പ്രഭു ഞാൻ അടുത്ത ആഴ്ച നമുക്ക് ഗുരുവിന് കിട്ടിയ ശ്രീകൃഷ്ണ ദർശനത്തെ പറ്റി പറയാം. അടുത്ത ആഴ്ച. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും? രാജ്മോഹൻ ഔട്ടായോ? കാണുന്നില്ലല്ലോ. അച്ഛൻ പോയോ? ഒരു മിനിറ്റ്, എനിക്ക് അറിയത്തില്ല. നോ പ്രോബ്ലം. ഓക്കെ, പോയോ? ഓക്കെ. എന്താ പിന്നെ വിശേഷം? വിസ്മയ, അച്ഛനും അമ്മയോടെ? ഓക്കെ. അച്ഛൻ എന്തിയെ? അമ്മയോടെ? ഉണ്ടാ? ഓക്കെ, കണ്ട. ജയപ്രകാശ് പ്രഭു കാണണേ, ആ മുഖം കണ്ടോ? വരവ് വെച്ചോ? മ്യൂട്ടാണ്. സാരമില്ല, അത്